ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഉടുപ്പി ഡിഷാണ്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഉടുപ്പി രസം. അപ്പൊ മിക്കവാറും പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദാണ് ഉടുപ്പി ഡിഷുകളുടെ. ഉടുപ്പി സാമ്പാറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്പർ 1 ആണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വെളുത്തുള്ളിയും ഉള്ളിയും ഒന്നും ഉപയോഗിക്കാണ്ടാണ് ഈ ഡിഷുകളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ രസത്തിന്റെ സ്വാദം എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്വാദാണ്. സാധാരണ നമ്മുടെ രസമൊന്നും ഇഷ്ടപ്പെടാത്തവർക്കും ഈ രസം എന്തായാലും ഇഷ്ടപ്പെടും. ഈ രസം മാത്രം കൂട്ടി വിന്ററിലൊക്കെ എന്ന് പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ ചോറുണ്ണാൻ ഭയങ്കര ടേസ്റ്റാ, ഭയങ്കര സുഖാണെന്ന് പറയും. ചുമയ്ക്കും അതുപോലെ കഫക്കെട്ടൊക്കെ ഉള്ളവർക്ക് ഇത് കുറേശ്ശെ കഴിക്കുന്നതും നല്ലതാണെന്ന് പറയാം. അപ്പൊ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തുവരപ്പരിപ്പ് 1/2 കപ്പ് കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പഴുത്ത ടൊമാറ്റോ വേണം നമുക്ക്, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 കപ്പ് വെള്ളം. അപ്പൊ ആദ്യം നമുക്ക് ഈ തുവരപ്പരിപ്പ് തക്കാളിയും ഒക്കെ കൂടിയിട്ടൊന്ന് വേവിക്കാൻ ഇടണം. അപ്പൊ ഒന്ന് കുതിർത്തിയ കാരണം പെട്ടെന്ന് വേവും, എന്നാലും 2-3 വിസിലടിച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവണം കേട്ടോ. അപ്പൊ ഒരു കുക്കറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഈ 2 പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചത്, ടൊമാറ്റോ 2 കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഇതിലേക്ക് നമ്മൾ 4 കപ്പ് വെള്ളം തന്നെ ഒഴിക്കാൻ പോവാം കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിലടിക്കാം. അപ്പൊ വെള്ളമൊക്കെ കൂടുതൽ ഉള്ളത് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഉടുപ്പി രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രസം പൊടി ഉണ്ടാക്കണം. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 1/4 ടീസ്പൂൺ ഉലുവ എടുത്തു വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം കേട്ടോ, പിന്നെ കുറച്ച് കറിവേപ്പില, 5-10 വറ്റൽ മുളക്, 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാ. എല്ലാത്തിന്റെയും ആ ഒരു വറവിന്റെ സമയം വ്യത്യാസമുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ അതെ ഈ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലി, ഉലുവയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. നല്ല ചൂടാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കളർ മാറും കേട്ടോ. മല്ലിയുടെ വറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ. അപ്പൊ അത് പൊട്ടി വന്നു തുടങ്ങിയിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആദ്യം ഇത് മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും പെട്ടെന്ന് തന്നെ പൊട്ടി വരും. അപ്പൊ നമ്മുടെ കടുകും പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇതുപോലെ ചെറുതായിട്ട് പൊട്ടി വരും. നമുക്ക് ജീരകവും മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കറിവേപ്പിലയും വറ്റൽ മുളകും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ കറിവേപ്പില ഇട്ട് കൊടുക്കാം, അതിന്റെ കൂടെ തന്നെ വറ്റൽ മുളക്. അപ്പൊ ഇതിന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരിക എന്നുള്ളതാണ്.
അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോക്കനട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നാളികേരം ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായം പൊടിച്ചത്, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുകൂടി മിക്സിയുടെ കപ്പിലേക്ക് നമുക്ക് ഇട്ടു. അപ്പൊ ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അതായത് ഭയങ്കര ഫൈൻ പൗഡർ ആവണ്ട, പിന്നെ കോക്കനട്ടും കൂടി ഇട്ട കാരണം ആ ഒരു രീതിയിൽ ഇനി പൊടിയുള്ളൂ. ഇപ്പൊ ഇത് നമുക്ക് വേണ്ടത് ഏകദേശം 2-2.5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എടുത്ത അളവിന് ഏകദേശം 2.5 to 3 ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് വാളൻപുളിയാണ്. വാളൻപുളി ഞാൻ ഒരു 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് പുളി എടുത്തെടുക്കുന്നത് കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ്. ഇതിപ്പോ എന്താ പറയാ, കല്ലില്ലാത്ത ശർക്കര ആണ് പൊടിച്ചിട്ടിരിക്കുന്നത്. കല്ലുള്ളതൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ചൂടാക്കിയിട്ട് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇത് സോൾട്ട്, നമ്മുടെ കുക്കർ 2 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, തക്കാളിയും നന്നായിട്ട് വെന്തിട്ട്. ഈ പുളി പിഴിഞ്ഞിട്ട് ഇതിന്റെ ആ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പൊ ഫ്ലെയിം ഞാൻ വീണ്ടും ഓൺ ചെയ്ത് കൊടുക്കും. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര, സോൾട്ട് ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ല, അത് ഇട്ട് കൊടുക്കാം. രസത്തിന്റെ പൊടി നമ്മൾ പൊടിച്ചു വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഹോം മെയ്ഡ് ഡിഷുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ഉപയോഗിക്കും ഇങ്ങനത്തെ ഡിഷുകളിൽ. അപ്പൊ രസത്തിലൊന്നും നമ്മൾ സാധാരണ കോക്കനട്ട് ഉപയോഗിക്കാറില്ല അല്ലെ. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിക്നെസ് വരും. ഈ കോക്കനട്ട് ഒക്കെ ഉള്ള കാരണം കുറച്ചു നേരം ഇരിക്കുമ്പോ പരിപ്പും ഇതെല്ലാം കൂടി ഇരുന്ന് ഇത്തിരി തിക്നെസ് വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചോറിന്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ രസം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടോ. അപ്പൊ ഒരു 4-5 മിനിറ്റ് ഞാൻ ഇങ്ങനെ തിളപ്പിച്ചു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് രസം താളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറി ലീവ്സ്, പിന്നെ കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1 വറ്റൽമുളക്. അപ്പൊ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മല്ലിയില എടുത്തു വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.